പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാനപ്പോൾ റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ മാത്രമല്ല അമ്മയും അച്ചൂട്ടനും കിച്ചൂട്ടനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് നമ്മുടെ അച്ചൂട്ടനെ കാണിച്ചു തരാമേ. നമ്മുടെ അച്ചൂട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവരനൊക്കെ ഞാൻ നേരത്തെ എണീപ്പിച്ചു. അച്ചൂട്ടനെയും കിച്ചൂട്ടനൊക്കെ നേരത്തെ എണീപ്പിച്ച് അവരെ കുളിയും എല്ലാം കഴിഞ്ഞ് റെഡി ആക്കിയിട്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 7 മണിക്ക് നമുക്ക് വണ്ടി വരും അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ റെഡിയായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ അച്ഛനും കൂടിയിട്ടുള്ള കുറച്ച് രസകരമായിട്ടുള്ള നിമിഷങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അമ്മയും മോനും തമ്മിലുള്ള കുറച്ച് നിമിഷങ്ങൾ കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്നേഹത്തോടൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ ഫുൾ കച്ചറയും കേട്ടോ. ഭയങ്കര വാശിയും നമ്മളോട് തല്ലുകൂടലും അതൊക്കെയാവും. ഇന്നിപ്പോൾ അതൊന്നുമില്ല. ഇന്നിപ്പോൾ അമ്മയോട് ഭയങ്കര സ്നേഹമാണ് ഗൈസ്. എൻ്റെ 2 കുറുമ്പന്മാരുണ്ട് നിങ്ങൾ ഈ കാണുന്നത്, നമ്മുടെ അച്ചൂട്ടനും കിച്ചൂട്ടനും. അപ്പോൾ കിച്ചൂട്ടനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ എണീപ്പിച്ച് കൊണ്ടുപോയി വാശിയായിരുന്നു എണീറ്റപ്പോൾ കുളിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ കൊണ്ടുപോയി കുളിപ്പിച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി വന്ന് നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഭാരതപ്പുഴ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോണ സമയത്ത് പുഴയൊന്നും അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല മഞ്ഞായിരുന്നു ഞങ്ങൾ പോണ സമയത്ത്. ഭയങ്കര മഞ്ഞ് കേട്ടോ. നമുക്ക് പുഴയുടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ആകെ ആ ഒരു പഴയ പാലം ഇടിഞ്ഞ് വീണത് മാത്രമേ ശരിക്കും കാണുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഫുൾ മഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാമ്പുംകാവിലേക്കാണ് പോകുന്നത്. പാതിരംകുന്നത്തുമന എന്ന് പറയും. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ എൻ്റെ അമ്മായി, അമ്മുമ്മ, പിന്നെ നമ്മുടെ ദീപച്ചേച്ചി എല്ലാവരും ഉണ്ട്. അപ്പോൾ അച്ചൂട്ടൻ എൻ്റെ മടിയിലാണ് കേട്ടോ കയറിയപ്പോൾ തന്നെ ഇരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേറെ ആരെങ്കിലും ഗൈസ് നമ്മുടെ കിച്ചൂട്ടൻ അപ്പോൾ നമ്മുടെ ഇപ്പം ഫ്രണ്ടിലാണ് കയറിയിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ യാത്രകൾ പോകുമ്പോൾ കുറേ കാഴ്ചകൾ കാണാം. അതായത് ബസ്, തീവണ്ടി, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാനാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ അവൻ ഫ്രണ്ടിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പോകുമ്പോഴുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. പാടാണ്, ആകെ മഞ്ഞ് മൂടി കിടക്കുക കേട്ടോ. അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വണ്ടിയിൽ പോവേ കാരണം ഈ മഞ്ഞും കാറ്റും അതിൻ്റെ തണുപ്പും എല്ലാം കൂട്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു വണ്ടിയിലിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അമ്പലത്തിലേക്ക്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ചൂട്ടനാണെങ്കിൽ എന്നോട് പിണങ്ങിയിട്ടാണ് കേട്ടോ ഈ നടക്കുന്നത്. ഇതാണ് നമ്മുടെ പാതിരംകുന്നത്തുമന എന്ന് പറയുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. പിന്നെ വൃശ്ചിക മാസം ആവേ കാരണം നല്ല തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ. മലയ്ക്ക് പോണ സ്വാമിമാരും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കുണ്ടാവാറുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങോട്ട് അടുക്കാനേ പറ്റില്ല, അത്രയ്ക്കും തിരക്കാവും, ക്യൂ നിൽക്കേണ്ടി വരും. ഞങ്ങളിപ്പോൾ വന്ന സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്ന് ആദ്യം തന്നെ കുളത്തിലൊക്കെ ഇറങ്ങി കയ്യും കാലൊക്കെ ശുദ്ധമാക്കണം. ഞാനും അച്ചൂട്ടനും കയ്യും കാലൊക്കെ ശുദ്ധാക്കിയതിന് ശേഷമാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ അമ്മയും കിച്ചൂട്ടനും എല്ലാവരും അവിടെ ഉണ്ട്. അവരൊക്കെ കയ്യും കാലൊക്കെ ശുദ്ധാക്കുമായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ തൊഴാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ പാമ്പുംകാവാണ്. നമ്മൾ അവിടെയൊക്കെ തൊഴുതിട്ട് വന്നു. പിന്നെ അയ്യപ്പൻ്റെ ഒരു അമ്പലമുണ്ട് ചെറുത്, അവിടെയും തൊഴുതിട്ട് വന്നു കേട്ടോ. ഇവിടുത്തെ സാക്ഷാൽ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്താണ് കേട്ടോ. നമുക്ക് അവിടെ കയറിയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ അവിടെ കയറി നന്നായി തൊഴുതു. തിരക്കൊന്നുമില്ലാത്ത കാര്യം നന്നായി തൊഴാൻ പറ്റി. പിന്നെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടും. കണ്ണെഴുതാള, കൺമഷി, പിന്നെ ഒരു പഴം, പിന്നെ കുറി, അതൊക്കെ കിട്ടും. നമ്മളതൊക്കെ വാങ്ങിയതിന് ശേഷം നേരിച്ചോറും കഴിച്ചു കേട്ടോ. അവിടെ നിന്ന് തിരക്കൊന്നുമില്ലാതെ നേരിച്ചോറും കഴിക്കാൻ പറ്റി. അങ്ങനെ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മക്കളെ എവിടെ കൊണ്ടുപോകണമെങ്കിലും കണ്ണ് കെട്ടി കൊണ്ടുപോകേണ്ടി വരും കേട്ടോ. കാരണം എവിടെ ചെന്നാലും ഈ ഒരു കളിപ്പാട്ടങ്ങളൊക്കെയാണ് അവർ കാണുന്നത്. അങ്ങനെ നമ്മുടെ അച്ചൂടിനും കിച്ചൂടിനും വേണ്ടി നമ്മൾ കളിപ്പാട്ടം വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കളിപ്പാട്ടമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വേറൊന്നും നമ്മൾ വാങ്ങാൻ നിന്നില്ല, കാരണം ഭയങ്കര വിലയുണ്ട് കളിപ്പാട്ടങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് അവരെ കണ്ണിൽ പൊടി ഇട്ടെന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഭാരതപ്പുഴ. നമുക്ക് വൈകുന്നേരമൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. എൻ്റെ ഫോൺ ക്ലിയർ ഇല്ല സത്യം പറഞ്ഞാൽ, അതാണ് അങ്ങനെ ആകെ മങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ കലാമണ്ഡലം. ഞാൻ എപ്പോൾ ലൈവിൽ വന്നാലും പറയാറില്ല, നമ്മുടെ കലാമണ്ഡലം ഇതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരേക്കും. ബൈ.